വാർത്തയോട് പ്രതികരിക്കാൻ ശ്രീ കെ ബാലൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഇക്ബാൽ, അതിനുശേഷം ഇക്ബാലിലേക്ക് വരാം. ശ്രീ കെ ബാലൻ, ഇപ്പോൾ കണ്ണാടിയിൽ ശോഭാ സുരേന്ദ്രന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു വനിത അവിടെ വീടുകളിൽ പണം നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ സ്ഥലത്ത് ശോഭയുടെ സാന്നിധ്യമുണ്ട്. ശോഭ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചവരോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ശ്രീ കെ ബാലൻ? ഇതില് ജില്ലാ ഭരണാധികാരിയും അതുപോലെ തന്നെ സൂപ്രണ്ട് ഓഫ് പോലീസും ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം. ജനാധിപത്യത്തെ പണം കൊടുത്ത് വശത്താക്കി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ സാധിക്കും എന്ന തെറ്റായ ധാരണയിലാണ് ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി ഈ രൂപത്തിലുള്ള ചെയ്തികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇന്നലെ തന്നെ അവരുടെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരേ രൂപത്തിലുള്ള ഡ്രസ്സുകൾ ധരിച്ചാണ് പലരും വന്നത്. അതൊക്കെ തന്നെ ഒരു കേന്ദ്രത്തിൽ നിന്ന് നൽകിയതാണ്. ഇപ്പം എല്ലാ വീടുകളിലും പണം കൊടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യം പോലെ കള്ളപ്പണം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് എല്ലാ ആൾക്കാർക്കും അറിയാം. അതിന് യാതൊരു ബുദ്ധിമുട്ടും അവർക്കില്ല. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും പണം നൽകുന്നുണ്ട് അത്രേ. 10,000 രൂപ ഇപ്പോൾ കൊടുത്തു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും പണം കൊടുക്കുന്നു. 10,000 രൂപ ഇപ്പോൾ കൊടുത്തു. അത് ജയിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം എന്നൊക്കെയാണ് അവിടെ നിന്ന് പറയുന്നത്. അതെ ഞാൻ പറയുന്നത് പണം സാധാരണ നിലയിൽ BJPയുടെ ഒരു തന്ത്രം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവർക്ക് വോട്ട് ചെയ്യാത്ത ആൾക്കാരെ വോട്ടില്ലാണ്ടാക്കുക എന്നുള്ളതാണ്. അതാണല്ലോ SIR. 2 കാശ് കൊടുത്ത് വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ ഇതുപോലെ മോക്കറിയാക്കിയിട്ടുള്ള ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് പണം എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല. കോടിക്കണക്കിന് കള്ളപ്പണം ഇതുപോലെ കൈവശമുള്ള ഒരു പാർട്ടി ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് സംശയമാണ്. CPM ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ പരാതി നൽകേണ്ടതല്ലേ ഇപ്പോൾ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ? അതെ, ആലോചിച്ചിട്ട് ചെയ്യാം. ശരി, എന്തായാലും ഈ പ്രസ് ഇത് പുറത്തു കൊണ്ടുവന്ന സ്ഥിതിയിൽ ഒരു പൊതു താല്പര്യമുള്ള കാര്യമെന്നുള്ള നിലയിൽ സുവമോട്ടോ ഇതിൽ ജില്ലാ ഭരണാധികാരി, ജില്ലാ കലക്ടർ ഇടപെടണം. അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതെ, ആര് പുറത്ത് വിട്ട് കഴിഞ്ഞാലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നതല്ലല്ലോ. അതെ, ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. കോൺഗ്രസ് ചെയ്ത് കഴിഞ്ഞാലും വേറെ ഏത് പാർട്ടി ചെയ്ത് കഴിഞ്ഞാലും ഈ പണം കൊണ്ട് വോട്ടർമാരെ വിലക്കെടുക്കുക എന്ന് പറയുന്ന നീചമായ കൃത്യം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഏത് രൂപത്തിലേക്കാണ് എത്തിക്കുക? ശരി, വളരെ നന്ദി ശ്രീ കെ ബാലൻ. പ്രതികരിച്ചതിന് ആലോചിച്ച ശേഷം പരാതി നൽകുമെന്നാണ് കെ ബാലൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തുവന്ന് ഗുരുതരമായ സാഹചര്യമാണ്. പണം കൊണ്ട് ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങാനുള്ള ശ്രമം എന്നാണ് കെ ബാലൻ പ്രതികരിച്ചത്. ഇത് കുറ്റം തെളിഞ്ഞാൽ സ്ഥാനാർത്ഥിത്വം തന്നെ റദ്ദാകാൻ സാധ്യതയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ വ്യക്തമായി ഇപ്പോൾ ശോഭയ്ക്കൊപ്പം എത്തിയ ഒരു പ്രവർത്തകയാണ് വീടുകളിൽ ചെന്ന് കൈപിടിച്ചു കൊണ്ടുപോയി കയ്യിൽ പണം നൽകുന്ന ദൃശ്യങ്ങൾ. എത്രയാണ് ആ തുക എന്നുകൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെ പണം വാങ്ങിയവർ അത് പറയാൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. പണം